എന്നാലും നിന്നെ സമ്മതിക്കണം. 7 വർഷം സ്നേഹിച്ചിട്ട് ആ രാജപ്പൻചേട്ടനെ മറന്നിട്ടാ നീ സുധിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. ആരെ സ്നേഹിച്ച്? രാജപ്പൻചേട്ടനെ. ഞാൻ രാജപ്പൻചേട്ടനെ സ്നേഹിച്ചൊന്നുമില്ല. അത് റീചാർജ് ചെയ്യാൻ വേണ്ടി വെറുതെ സ്നേഹിച്ചല്ലേ. റീചാർജ് ചെയ്യാൻ? പിന്നെ നീ എപ്പോഴും വിളിക്കുന്നതോ? അത് സുധിച്ചേട്ടനെ വിളിക്കാൻ വേണ്ടി അയാളോട് റീചാർജ് ചെയ്യാൻ പറയുന്നതല്ലേ. ഇതെത്ര ക്യാരറ്റാ? 22 ക്യാരറ്റ്. അപ്പൊ അത് ശരി, കംപ്ലീറ്റ് ക്യാരറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചേക്കാണല്ലേ? അതാ കലവറയിൽ ഒറ്റ ക്യാരറ്റ് കാണത്ത്. അതെ, അവസാനം കറിക്ക് ക്യാരറ്റ് തികഞ്ഞില്ലെങ്കിൽ എന്നോ ഒന്നും പറയരുത്. എല്ലാം കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നു. കുറെ മലക്കറിയ പിള്ളേർ കൊണ്ട് പറമ്പിൽ കൊണ്ട് വെച്ച് കിച്ചൻ മീസി കളിക്കുന്നു. ഇത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തിന്ന് തീർക്കൂ. ഓല കണ്ടിട്ടില്ലാത്ത പിള്ളേര്. 10 പട്ടിക്കിനുള്ള തടി ഉണ്ടല്ലോടാ, മേലിറങ്ങി പണിയെടുക്കണം അങ്ങോട്ട്. അല്ല പിന്നെ അതെ, ഗ്യാസ് തീരാറായി. ഗ്യാസ് തീർന്നെന്നാ? ഇന്നലെ അല്ലേടി 3 കുറ്റി ഗ്യാസ് എടുത്തത്. അതല്ല, അച്ഛൻ ഇത്തിരി കൂടുതലാണ്. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇത്തിരി കൂടുതലാ. അച്ഛന്റെ വായു വലിക്കുന്നു. അച്ഛന്റെ വായുവലി. ഈ കല്യാണം കാരണം 1 മാസമായിട്ട് ഞാൻ കിടന്ന് വായു വലിക്കുക. അന്നേരം അവക്കട അച്ഛന്റെ വായുവലി. നിങ്ങളോട് തർക്കുത്തരം പറയാനല്ല പറഞ്ഞത്. എന്റെ അച്ഛൻ മരിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞേ. ഇനിയിപ്പൊ എന്ത് ചെയ്യൂത്? ഇനി എന്ത് ചെയ്യാനാ? അരി കഴുകി അടുപ്പത്തിരുന്ന പാചകക്കാരനെ വിളിച്ച് പറ. അത് ശരിയാണല്ലോ. എന്തോന്ന് ഇങ്ങ് വന്നടിങ്ങട്. എന്തോന്നെന്ന് ഇങ്ങ് വന്നടിങ്ങട്. മുടിപ്പിക്കാനായിട്ട് ഇവനൊക്കെ അങ്ങനെ രണ്ടാമത് അരിയടി വെള്ളത്തിട്ട് പ്രശ്നം തീർത്തു. നീ എനിക്ക് 8ന്റെ പണിയായിട്ട് വന്നത്. എടാ, അമ്മായിയപ്പൻ അകത്ത് കിടന്ന് വായു വലിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, കുഴിയെടുത്തങ്ങ് മൂടാം. എന്നിട്ട് വേണം നാട്ടുകാർ അറിഞ്ഞിട്ട് പ്രശ്നമാവാനല്ലേ? എങ്കിൽ നമുക്ക് ഒളിപ്പിച്ചു വെക്കാം. എടാ, ചീഞ്ഞതറിയാൻ മണം വരില്ലടാ. ഏയ്, ഒഴുക്കുവെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി വിടാന്ന്. എടാ, ഈ സാധനമൊക്കെ ഒഴുക്കി വിടാൻ പറ്റണതാണാ? ഒരു കാര്യം ചെയ്യാം, ഫ്രിഡ്ജുണ്ട്, അതിൽ കയറ്റി അടയ്ക്കാം. എന്നിട്ട് വേണം കറണ്ട് കാശ് കൂടാനായിട്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അരിയത്തി മരിച്ചു. ഇതാദ്യമായിട്ട് അരിയിട്ടപ്പം മരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. നീ എന്ത് കാര്യം ഉദ്ദേശിച്ചേ? ചേട്ടന്റെ അമ്മായിയച്ഛനെ വെട്ടിമുടുന്ന കാര്യമല്ലേ? അമ്മായിപ്പനാ വെട്ടിമുടുന്ന കാര്യമല്ലേ? എടാ, അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചാ പറഞ്ഞത്. പകുതി ഞാൻ കഴിച്ചോ, എന്നാലും ബാക്കി വരില്ലേ? രാവിലെ വെള്ളം ഒഴിച്ചിട്ട് കഴിക്കാം. പോടാ. ഒരു കാന്താരിതാ, ഇത് മൊത്തം ഞാൻ ഇപ്പൊ തിന്നു തീർത്ത് തരാം. വന്നാ പീതാംബരൻ എന്തേടി? ഒന്നും പറയണ്ട എന്റെ കൊച്ചാട്ടാ. പറഞ്ഞ വഴിക്ക് 3-4 ഷാപ്പില്ലയോ, അവിടെ കേറി എന്നോട് നടന്നോളാ പുറേ വരാം. എന്നാ നീ അകത്തേക്കല്ല, അവിടെ വലി നടന്നോണ്ടിരിക്കുക. എന്താ വലിയാ? അവിടെ ചെന്ന് നോക്ക്, അകത്ത് വലി മുട്ടം വലി. ആര് തമ്മിലാന്ന്? ആരും തമ്മിലല്ല, നിന്റെ അച്ഛൻ കിടന്ന് വലിക്കണെന്ന്. ചെല്ലങ്ങട്. അയ്യോ എന്റെ അച്ഛാ, അയ്യോ എന്റെ പൊന്നച്ഛാ. നിന്റെ തന്ത വന്നതിനും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. പോ. അയ്യോ അയ്യോ, എന്റെ അച്ഛൻ കിടക്കുന്ന കിടപ്പുണ്ടോ? ഞാൻ എന്തുവായി കാണുന്നേ? എന്റെ പൊന്നച്ചോ. പൊന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചിയെ പൊന്നൊക്കെ എടുത്തു. ആരുക്കാസിന്നാ? എന്നിട്ട് ഡോക്ടറിനെ കാണിച്ചോ ചേച്ചിയെ? പൊന്നെന്തിനാ ഡോക്ടറെ കാണിക്കുന്നേ? അതല്ലെന്ന്, എന്റെ അച്ഛനെ കാണിച്ചോ. ഇനി ഡോക്ടറെ കാണിക്കാൻ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേക്കണേ. എന്നെ ഒന്ന് കാണിക്കോ, എന്നെ ഒന്ന് കാണിക്കോ, എന്നെ ഒന്ന് കാണിക്കോ. നീ എന്തായി പറയുന്നേ? അല്ലെ സ്വർണ്ണമൊക്കെ എന്നെ ഒന്ന് കാണിക്കുമെന്നാ ചോദിച്ചേ. വാ അച്ഛാ, ഞാൻ ആ സ്വർണ്ണം ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഈ വലി നിർത്തല്ലേ അച്ഛാ? യോ, ഞാൻ കണ്ടിട്ട് ഓടി വരാ അച്ഛാ. എന്റെ പൊന്നച്ചോ. ചേച്ചി, സ്വർണ്ണത്തിന് സമ്മാനം ഉണ്ടായിരുന്നു അവിടുന്ന്. പതുക്കെയാണ് വരണത്. വീടെത്തി. കണ്ട അടിപൊളി പന്തലാണ്. എനിക്ക് തോന്നണേ 2 തരം പായസം കൂട്ടിയായിരിക്കും സദ്യ. നീ പായസം കയറ്റാൻ വന്നാണോ? അല്ല, നീ പെണ്ണിനോട് പോയി 4 വർത്താനം ഞാൻ പറയാം. പക്ഷെ അങ്ങോട്ട് നോക്കിയേ, ആ പാചകക്കാരൻ ഇറങ്ങിയിട്ടില്ല. ഒരു കാര്യം ചെയ്യ്, പാചകക്കാരന്റെ കാര്യം ഞാനേറ്റി. അയാളെ ഞാൻ വശത്തായിക്കോളാം. നീ ഇതുവഴി ചെന്നിട്ട് പെങ്കൊച്ചിന്റെ ബെഡ്റൂമിന്റെ അടുത്ത് നിന്ന് അവളോട് 4 വർത്താനം പറ. അത് ഞാൻ പറഞ്ഞു. എന്നെ വിട്ടോട്ടെ. ചെല്ലടാ. പാചകക്കാരൻ നാളെ ചെമ്പരത്തി പൂവ് വെച്ച് ജംഗ്ഷനിലുണ്ടാവും. പായസമൊക്കെ ഒരിക്കും അല്ലേ? ഇല്ല, ഞാൻ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇപ്പൊ പറത്താൻ പോകുന്നു. നീ കേറുന്ന? ഇല്ല. പായസം ഇളക്കുന്ന കണ്ടുകൂടാ നിനക്ക്? പായസം ഉപ്പിട്ടായിരുന്ന? അതെ, കൊറേ നാളായി ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പഠിപ്പിക്കല്ലേ? പടാ. ഇതെന്താ കല്യാണമായിട്ട് ഇവിടെ അനക്കില്ലാത്തത്? ഒരു ആട്ടവും പാട്ടവും ഒന്നും ഇല്ലാത്തത്? നീ ആരും മനസ്സിലായില്ല. പെണ്ണിന്റെ നേരാങ്ങളാ. നീയാണോ അപ്പൊ ആരോമൽ ചെയ്തോ? അല്ല. അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ, പെണ്ണിന്റെ അപ്പന് തീരെ വയ്യ. മിക്കാറും നേരം വെളുക്കും മുമ്പേ തീരും. എന്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ എവിടെ പാചകത്തിന് പോയാലും അവിടെ സദ്യ വിടുമ്പോ പറ്റില്ല. ആരെങ്കിലും ഒക്കെ തീരും. ചെറുതടിക്കണ വേണ്ടേ?
വേണ്ടേ? വേണം. അപ്പൊ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ വേണ്ടെന്ന് കാണിക്കും, വേണ്ടെങ്കിൽ വേണമെന്ന് കാണിക്കും. അപ്പൊ വേണ്ടെങ്കില അത് കൊള്ളാട്ടാ. ശ്ശേ, ശ്ശേ, എടാ. ഇത് സാധനം ഇത് ഓപ്പിയാ വേണ്ടേ? വെള്ളം വേണ്ടെന്ന്. അത് ശരി. ഞാട്ടാണ് തട്ടിക്കും. കംപ്ലീറ്റ് അടിച്ചോട്ടാ. ആതിരെ കാണാനാണ് ഞാനീ പാതിരാക്ക് വന്നത്. നമുക്കറിയാല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. ഇക്കാലം അത്രയും ഞാൻ പണിയെടുത്ത കാശ് മുഴുവനും നിനക്ക് കുപ്പിവെള്ളം മേടിക്കാനും ചന്ത് മേടിക്കാനും ഫോൺ റീചാർജ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. നാളെ നീ വേറൊരു ആളുടെ ഭാര്യയാവാൻ പോവുകയാണ്. അതെ ഇല്ല, അരിഞ്ഞു വെച്ചങ്ങനെ പച്ചക്കറി ഇട്ടിട്ടില്ല. പച്ചക്കറി അങ്ങനെ തന്നെ എനിക്ക് ഇട്ടിട്ടില്ല. ശ്ശേ, സംഭവം തിരക്കിന്റെ മറന്നടേ എല്ലാം. ആ ഇട്ടേക്ക്. എന്റെ അസിസ്റ്റന്റ് അവിടെ കഴുകി കുടിക്കട്ടെ. ഇളക്ക് ഇളക്ക് ഇളക്ക്. ഓ ഓ. വേപ്പില 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 അവിടെ അന്നങ്ങിയിട്ടില്ല, അവിടെ ഇരിക്കോ വേപ്പില. ഡേയ്, ഞാൻ നേരത്തെ പറഞ്ഞു, കുറെ നാളായി ഞാൻ തുടങ്ങി. നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് പരുവാകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇടാൻ അറിയാം, കേട്ടോ? അതും ഇപ്പൊ സംഭവം ഇതൊക്കെ നമ്മളെ ട്രിക്ക് അല്ലേടാ. അതെ, ഒരു കളർ വ്യത്യാസമുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലെന്നാ തോന്നണല്ലേ? മഞ്ഞൾപ്പൊടി. ആ ഇട്. നിനക്ക് കറക്റ്റ് മണം അറിയാം. ഒരെണ്ണം കൂടി. നിനക്ക് വേണോ? ഇനിയും വേണം. ഇനി എന്റെ അനിയന് വേണ്ടി ഒരെണ്ണം കൂടി മതി. വേറെ ആർക്കെങ്കിലും? ഒട്ടും വേണ്ട. വാ, ഇനി എനിക്ക് വേണ്ടി. അയ്യോ. പിന്നെ നീ പറയാത്തൊരു സംഭവം ഞാൻ ഇതിലിടാൻ പോകുന്നു. സ്പെഷ്യല് ചേട്ടന്റെ വെറൈറ്റി. അതെ. ഏതാത്? കായം. ഇട്. ഇത് നിന്റെ നേരത്തെ പറഞ്ഞില്ലേ, അനിയന് വേണ്ടി. ഇത് നിനക്ക് വേണ്ടി. പിന്നെ എനിക്കൊരു ലൈനുണ്ട്, അവ കൂടി വേണ്ടി. എത്ര വയസ്സുണ്ട്? 18. പിന്നെ ഇളക്കി കൂട്ട് കേട്ടാ. ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സംഭവം കുഴഞ്ഞു പോയേനെ. റെഡിയായിടാ. റെഡി ആയിട്ടുണ്ട്. പെണ്ണിന്റെ അച്ഛൻ വന്നു. നല്ല മണമുണ്ട്, നല്ല നിറമുണ്ടല്ലോ. അതെ അതെ അതെ. ഉള്ളോ? ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളി സാമ്പാർ ആണല്ലേ? കലക്കി. അപ്പം സാമ്പാർ റെഡിയായ സ്ഥിതിക്ക് ഇനി പായസത്തിന്റെ പണി തുടങ്ങാം.